നമ്മുടെ മലയാളത്തിലെ മീഡിയ വൺ ചാനലിനെതിരെ BJP സംസ്ഥാന ഘടകം കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയിരിക്കുകയാണ്. എന്താണ് സാർ ഇപ്പോഴിങ്ങനെ ഒരു പരാതിക്ക് കാരണം? പരാതിയിൽ എന്താണ് അവർ പറയുന്നത്? അല്ല, രാജ്യത്തിന് എതിരായിട്ടൊരു പൊതുശത്രു വരുമ്പോൾ അതിനകത്തുള്ളവരെല്ലാവരും കൂടി എങ്ങനെ നിൽക്കണം? ഒരു വീട്ടിനകത്ത് അല്ലറയിലറ എന്തെങ്കിലുമൊക്കെ കലഹവും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ആ വീടിനെ അറ്റാക്ക് ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ളവരെല്ലാവരും കൂടി, വീട്ടിലുള്ള ഒരു വിഭാഗം വെളിയിൽ നിന്ന് വരുന്ന ശത്രുവിനോടൊപ്പം ചേരുമോ? ഇല്ലല്ലോ. ഇവിടെ അതല്ലേ കാണുന്നത്. നമ്മുടെ രാജ്യത്ത് സുരക്ഷിതമായി കഴിയുന്ന, ഇവിടെ ഒരു മതേതര രാഷ്ട്രമെന്നല്ലേ നമ്മൾ പറയുന്നത്, പറയുകയല്ല, ആ തരത്തിലാണ് പോകുന്നത്. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പൗരത്വ ബില്ല് വന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു കാണിച്ച അട്ടഹാസങ്ങളൊക്കെ അല്ലേ? അയ്യോ, ഇവിടുത്തെ മുസ്ലിങ്ങളെ എല്ലാം ഇവിടെ നിന്ന് അടിച്ചോടിക്കും എന്നല്ലേ പറഞ്ഞത്. പക്ഷെ പിന്നീട് കാര്യം മനസ്സിലായില്ലേ? വഖഫിൻ്റെ കാര്യത്തിനകത്ത് അല്ലേ, അവിടുത്തെ ക്രൈസ്തവർ പിന്നെ കാര്യങ്ങൾ മാറിയില്ലേ? അവർക്ക് കാര്യങ്ങൾ തിരിച്ചറിവ് വന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നോക്കിക്കോണം. 2019 ഈ ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തത്. ഈ ഭരണഘടന കൈകൊണ്ടെങ്കിലും അത് തൊട്ടിട്ടുള്ളവർക്ക് അറിയാം. ആർട്ടിക്കിൾ 370 അത് തൽക്കാലത്തേക്ക് മാത്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഈ തൽക്കാലത്തേക്ക് മാത്രം കൊണ്ടുവന്നിട്ടുള്ളത് 67 വർഷം നിലനിന്നു എന്നുള്ളതാണ്. പിന്തുടർന്നു പോകുന്നു. എന്നിട്ടാണ് ഇത് റദ്ദ് ചെയ്യുന്നത്. ഇത് റദ്ദ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നമ്മൾ കാണുന്നതല്ലേ. ഈ കേരളത്തിൽ നിന്ന് തന്നെ എത്രത്തോളം പേരാണ് കശ്മീരിലേക്ക് പോകുന്നത്? ഓരോ മാസവും ടൂറിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതെ, ഒരു വർഷം കൊണ്ട് 2.5 കോടി പേർ ആണ് വിനോദസഞ്ചാരികളാണ് കാശ്മീരിലേക്ക് എത്തിയതെന്നാണ് കണക്ക്. ഞാൻ ഈ മലയാളികളുടെ കാര്യം തന്നെ പറയുകയാണ്. നമ്മൾ കൺമുമ്പിൽ നമ്മൾ കാണുകയല്ലേ, ഓരോരുത്തർ പോയിട്ട് വന്നിട്ട് അനുഭവം പറയുന്നു ഒക്കെ ചെയ്യുന്നു. അവിടെ എന്താ ഒരു സുഖകരമാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാവുന്ന ഈ പ്രത്യേക ടൂർ പാക്കേജുകാർ വനിതകൾ മാത്രമായിട്ടുള്ള ഒരു പാക്കേജ് അവർ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ പോകാൻ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ് അല്ലേ? കശ്മീരിൽ നമുക്കറിയാം, ഒരു കാലത്ത് നമുക്ക് എല്ലാവർക്കും ഭയമായിരുന്നു. എന്തിനാണ് വെറുതെ പാകിസ്ഥാൻ്റെ വായി പോയി ചാടുന്നതെന്നല്ലേ ചോദിക്കുന്നത്. ഇത് കഴിഞ്ഞ ഈ പറഞ്ഞ ഈ ആർട്ടിക്കിൾ റദ്ദ് ചെയ്തതിന് ശേഷം മുതലുള്ള നാളുകളിൽ എന്താണ്, യാതൊരു കുഴപ്പവുമില്ലാതെ വളരെ ശാന്തമായിട്ട് ഒഴുകുകയാണല്ലോ ചെയ്തത്. ഇതിപ്പോൾ മീഡിയ വൺ മാത്രമല്ല. എന്തിന് മീഡിയ വണ്ണെ മാത്രം കുറ്റം പറയുന്നത്? CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി തന്നെ പറയുകയാണ് ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതാണ് ഇതിൻ്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ നേരെ വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ സാർ, കഴിഞ്ഞ ദിവസം ഈ മീഡിയ വണ്ണിൻ്റെ ഈ ചർച്ചയുണ്ട്, ഒരു ഈ അടുപ്പുകൂട്ടി ചർച്ച എന്നാണ് പൊതുവെ എല്ലാവരും ആക്ഷേപിക്കുന്നത്. അതിനെ 3 പേരിരുന്ന് ചർച്ച ചെയ്യും. ആ ചർച്ചയിൽ വളരെ നിരുത്തരവാദപരമായ അല്ലെങ്കിൽ വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. പൊതുവെ പ്രത്യേകിച്ചും ഈ ആർട്ടിക്കിൾ 370 അവിടെ നിൽക്കട്ടെ, ഈ പറഞ്ഞതുപോലെ ബീഹാർ തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിക്കാൻ വേണ്ടുന്നതിന് ആസൂത്രണം ചെയ്തൊരു പദ്ധതിയാണ് അവിടെ കണ്ടത്. അതുപോലെ തന്നെ പണ്ട് മുംബൈ അറ്റാക്ക് നടന്നപ്പോൾ അത് ഹിന്ദു ഭീകരതയാണ് എന്നും പറഞ്ഞ് കുറച്ച് പേർ രംഗത്ത് വന്നിരുന്നു. അതുപോലെയൊക്കെയുള്ള ചില നരേറ്റീവ്സ് ആ ചർച്ചയിലുണ്ടായിരുന്നു. അതാണോ ഇനി ഇവരെ പ്രകോപിപ്പിച്ച്? അല്ല, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു തരം മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലല്ലേ കൊണ്ടുവരുന്നത്. അതെ, ഇത് PC ജോർജിനെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കം നടത്തിയില്ലേ കേരളത്തിൽ? എന്താ PC ജോർജ് പറഞ്ഞത്? PC ജോർജ് സത്യം പറഞ്ഞു അല്ലേ? അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ? ഇവിടുത്തെ നമുക്കറിയാം, നമ്മൾ ഈ SDPIക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ സ്വഭാവം കാണുന്നതല്ലേ. അപ്പോൾ പിന്നെ ഈ എന്താ മീഡിയ വണ്ണിനെയൊക്കെ യഥാർത്ഥത്തിൽ പൂട്ടിക്കെട്ടിക്കേണ്ട സമയം തന്നെ കഴിഞ്ഞിട്ടില്ലേ? ഇതാണോ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ്, ചാനലായാലും റേഡിയോ ആയാലും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റേതായ ഒരു നിയമാവലിയുണ്ട്. രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കുക, ഇതൊന്നും ഇല്ലാത്ത തരത്തിലാണ്. ഇതൊരു പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനമാണ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് ജനങ്ങളിൽ ഈ മറ്റ് വിഷം കുത്തി നിറയ്ക്കുന്ന
ഒരു ഏർപ്പാട് അല്ല വേണ്ടത്. അവിടെ കാണിച്ചത് നമുക്കറിയാം, പഹൽഗ്രാമിൽ കണ്ടത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ നിഷ്ഠൂരമായ കാര്യങ്ങൾ. മതം ഏതാണെന്ന് ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ട് ആളിനെ കൊല്ലുക എന്ന് പറയുന്നത്, ഇതെന്തിൻ്റെ പേരിലാണ്? പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണ് ഇവരിങ്ങോട്ട് വന്നതെന്നും പാകിസ്ഥാനിൽ ശിക്ഷണം കിട്ടിയവരാണ് ഈ ഭീകരർ എന്നുള്ളതും വ്യക്തമായ കാര്യമാണ്. അൽ ഖ്വയ്ദ ആണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതും, അൽ ഖ്വയ്ദ മുതൽ ഇങ്ങ് ഏറ്റവും ഒടുവിൽ TRF എന്ന് പറയുന്ന സംഘടന വരെ ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. ഇവരിത് വളരെ ആസൂത്രിതമായിട്ട് നേരത്തെ തന്നെ കണക്ക് കൂട്ടിയതായ കാര്യങ്ങളാണ്. ഇത് സാധാരണ മുൻകാലങ്ങളിലൊക്കെ അവിടെയുള്ളവരുടെ നേരെയൊക്കെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ടുള്ളത് മുഴുവൻ ഏതാ? ടൂറിസ്റ്റുകളുടെ നേരെയല്ലേ? ടൂറിസ്റ്റുകളുടെ നേരെ ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ എന്താ കാര്യം? ആ സംസ്ഥാനം ടൂറിസത്തിൽ മികച്ചതായി ലോക ഭൂപടത്തിൽ മാറുന്നു. അതുണ്ടാകരുത്, അത് തകർക്കണം എന്നുള്ളതാണ്. തീർന്നില്ലേ? ഇന്ന് പിന്നെ പത്രങ്ങളൊക്കെ നോക്കിക്കേ, അവിടുത്തെ ഈ ബോട്ടുകളൊക്കെ ഈ തടാകത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നു. അവിടുത്തെ ആ ബോട്ട് സർവീസൊക്കെ തൊഴിലാളികൾ അതിൽ പ്ലക്കാർഡ് ഉയർത്തി നിർത്തുകയാണ്, ടെറസ് ഭീകരവാദത്തിന് എതിരെ. ഈ ഭീകരവാദം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ്. അപ്പോൾ അതുപോലെയാണോ ഇപ്പം ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് ഈ ഭീകരവാദത്തിന് കൂട്ടു നിൽക്കുകയല്ലേ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഇത് രാജ്യത്തിന് വളരെ ദോഷകരമായിട്ടുള്ള സംഭവം തന്നെയാണ്. പ്രസംഗം പോലെ തന്നെയുള്ള കാര്യമാണ്. ഇവർ ഒരു ചാനലിന് ഒരു ലൈസൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് എന്തും പറയാമെന്നാണ്. ഒരു രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചതിൻ്റെ പേരിലൊക്കെ നമുക്കറിയാം, പലർക്കും പലതരത്തിൽ ജയിൽ ശിക്ഷ വരെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവർക്കും എന്തും പറയാം എന്നുള്ള രീതിയിലാണോ ഇതിനകത്ത് വരുന്നത്? അപ്പം ഈ ന്യൂനപക്ഷങ്ങളുടെ മേൽ, അതായത് ഇപ്പോൾ ഇവിടെ തന്നെ ഈ MA ബേബി തന്നെ പറഞ്ഞിരിക്കുന്നത്, അവരെ അവരവരുടെ പാർട്ടി ഓഫീസ് വരെ ഉദ്ഘാടനം നടത്തി. അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ അവർ തയ്യാറായില്ല. രാജ്യം മുഴുവനും ദുഃഖം ആചരിക്കുമ്പോൾ ലോകം മുഴുവൻ മാർപ്പാപ്പയുടെ മരണത്തിലും ദുഃഖം ആചരിക്കുന്നു. നമ്മുടെ രാജ്യവും 3 ദിവസത്തെ ദുഃഖാചരണവുമുണ്ട്. ആ ഒരു മര്യാദ അവർ പാലിക്കണ്ടേ? അതെന്താ? എന്നാൽ പിന്നെ അപ്പോൾ കേരളത്തിൽ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ അവർ പരിഗണിച്ചില്ലയോ? അപ്പോൾ വലിയ പ്രേമം കാണിക്കുന്നതാണല്ലോ ഈ ന്യൂനപക്ഷങ്ങളോടൊക്കെ. എപ്പോഴും മാറി മാറി പ്രീണന സ്വഭാവം ഇവർക്ക് ഉണ്ടല്ലോ. അപ്പം ഇതിൻ്റെ പേരിൽ ഇപ്പം പ്രശാന്ത് പറഞ്ഞു, ബീഹാറിൽ എന്ത് തരത്തിലുള്ള നേട്ടം ഇതിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കും? എനിക്കത് മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഈ ചർച്ചയിൽ ബീഹാർ തെരഞ്ഞെടുപ്പ്, ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ഇവിടെ എന്തൊക്കെയോ ഇങ്ങനെ ചില മറിമായങ്ങൾ നടക്കുന്നു, ചില അട്ടിമറികൾ നടക്കുന്നു. 2024 തെരഞ്ഞെടുപ്പ് നടന്നു. അതിനു മുമ്പ് എന്താണ് നടന്നത്? അതിനു മുമ്പ് എന്ത് അട്ടിമറിയാണ് നടന്നത്? എനിക്കറിയില്ല. 2019 ശരിയാണ്, അന്ന് അവിടെ ഈ പുൽവാമയിൽ അറ്റാക്ക് നടന്നു. അതിന് തിരിച്ച് സർജിക്കൽ സ്ട്രൈക്കിലൂടെയും മറ്റുമൊക്കെ നമ്മൾ മറുപടി കൊടുത്തു, വ്യോമാക്രമണത്തിലൂടെയൊക്കെ മറുപടി കൊടുത്തു. ഇവിടെ ഇപ്പോൾ എന്താണ് ഈ ബീഹാർ തിരഞ്ഞെടുപ്പും കാശ്മീരിലെ വിനോദസഞ്ചാരികളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന് എനിക്ക് എത്ര ഏതോ ഒരു ചാനലിൽ അതിൻ്റെ അവതാരകയായിട്ടിരുന്നവർ ചർച്ചയിൽ വന്നവരോട് ചോദിക്കുന്നുണ്ട്, ഈ നദീജലം അത് റിപ്പോർട്ടർ ചാനൽ, അത് ആരാണോ സ്മൃതി ഏതായാലും പിന്നെന്താ നദീജലം അത് ബ്ലോക്ക് ചെയ്യല്ലാതെ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വരുന്നവർക്ക് അമ്മിഞ്ഞാപ്പാൽ കൊടുക്കണം? എന്ത് വർത്തമാനമാണ് പറയേണ്ടത്? യഥാർത്ഥത്തിൽ ചർച്ചയിലിരുന്നവരെ ആട്ടുകയാണ് വേണ്ടത് ഇവരെയൊക്കെ. ഇത് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമാണ്. അപ്പം ഇത് റിപ്പോർട്ടറായാലും മീഡിയ വണ്ണായാലും ഇത് ഇത്തരത്തിലുള്ള ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള അജണ്ടയാണോ ഇവരുടെ കയ്യിലുള്ളതെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.